പാലക്കാട് മണ്ണാർക്കാട് കൊമ്പംകുണ്ട് കോളനിയിലെ 17 ആദിവാസി കുടുംബങ്ങൾ നരകയാതനയിൽ. കൈവശരേഖയില്ലാത്ത ഭൂമിയിലെ തകർന്നു വീഴാറായ വീടുകളിൽ അന്തിയുറങ്ങുന്നത് കുട്ടികളുൾപ്പെടെ 85 മനുഷ്യരാണ്. ദുരിതങ്ങളുടെ പെരുമഴക്കാലത്ത് ശുചിമുറി പോലുമില്ലാത്ത വീടുകളിൽ കഴിയുന്ന ആദിവാസികളോട് കനിവ് കാട്ടാതെ സർക്കാരും മുന്നോട്ടു പോകും. തെൻകര പഞ്ചായത്തിലെ കൊമ്പംകുണ്ട് കോളനിയിൽ മുടുകർ വിഭാഗത്തിൽപ്പെട്ട 17 കുടുംബങ്ങളാണ് ദുരിതങ്ങളുടെ നടുവിൽ. ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിൽ നിൽക്കുന്ന വീടുകൾ. ചുമരിടിഞ്ഞു വീണ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മഴക്കാലത്താണ് ഒരു കുടുംബം മാറി താമസിച്ചത്. ശുചിമുറിയും ശുദ്ധജലവും അപ്രാപ്യമാണ്. മലയിറങ്ങിയാലേ ഒരു തുള്ളി വെള്ളം കിട്ടുകയുള്ളൂവെന്ന അവസ്ഥ. ആരെങ്കിലും വിളിച്ചാ പോണം, അല്ല വേറൊരു പണിയില്ല. പിന്നെ പഞ്ചായത്ത് പണിക്ക് കിട്ടുമ്പോ എടുക്കും. അവരോടൊക്കെ ചോദിക്കുമ്പോ അവരൊക്കെ വിവരമുള്ള ആൾക്കാരല്ലേ, ഒന്ന് തരണ്ടേ, തന്നാലല്ലേ മേടിക്കാനാവുള്ളൂ. എനിക്ക് എന്റെ മകന്റെ കാര്യം മാത്രമേ ഉള്ളൂ. നടക്കണില്ല. കൊറൊക്കെ ഞാൻ പറയുന്നുണ്ടോ, എല്ലാരും എടുക്കും, കൊണ്ടുപോകാന്ന് ആരും സ്വീകരിക്കണില്ല. അതാണ് എനിക്ക്. അതിന്റെ തന്തയില്ല, അച്ഛൻ മരിച്ച കൊല്ലങ്ങളാണ്. എന്റെ കുട്ടികളെ ഞാനും നോക്കണുള്ളൂ, വേറെ ആരുമില്ല. കേസുള്ളതിനാൽ ഭൂമിക്ക് കൈവശരേഖയില്ലാത്തതിനാൽ ലൈഫിൽ വീട് അനുവദിക്കാനാവില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ നിലപാട്. നികുതി സ്വീകരിക്കുന്നില്ലെങ്കിലും റേഷൻ കാർഡുണ്ട്. സാങ്കേതിക ന്യായം നിരത്തി സർക്കാർ കേന്ദ്രങ്ങൾ കൈയൊഴിയുമ്പോൾ പെരുമഴയെത്താവുന്ന മണ്ണിന്റെ മക്കൾ. അത് ഞങ്ങൾ കുറെയൊക്കെ അപേക്ഷകളൊക്കെ കൊടുത്താണ്, അവർ ശരിയാക്കി തരുന്നില്ല. മെമ്പർമാരോടൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചതാണ്. ഇന്നത്തെ വരെ അത് കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഇത് ഞങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നത് മാത്രം. ഇതിന് അടിപ്പെട്ടായ നീതിയൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇല്ലാത്തത് അവരുണ്ടാക്കി തരുന്നുമില്ല. ഞങ്ങൾ കുറെ പറയണമുണ്ട്, അവര് ശരിയാക്കി തരാം ഇങ്ങനെ പറച്ചിലുണ്ട്. അവര് ശരിയാക്കി തരുന്നില്ല. കോളനിയിലെ ദൈവപ്പുര നിലംപൊത്തിയിട്ട് വർഷങ്ങളായി. വീടുകളൊന്നും യാതൊരു വിധത്തിലുമുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നുമില്ല. ഭൂമി സംബന്ധമായ വ്യവഹാരം നീണ്ടുപോകയാൽ കോളനിയിലുള്ളവരെ തൽക്കാലത്തേക്കെങ്കിലും മാറ്റി താമസിപ്പിക്കാനുള്ള നടപടിയിലേക്ക് അധികൃതർ കടന്നതുമില്ല. എന്താ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഇവിടെ തന്നെ നിൽക്കേണ്ടി വരും, അങ്ങനത്തെ സ്ഥിതിയാണ് ഇവിടെ. പക്ഷെ പോകാനും പറ്റില്ല. പറഞ്ഞ ഇവിടുത്തെ പണ്ടുള്ള ആൾക്കാർ ഇവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ആ കാരണം ഇവിടുന്ന് പെട്ടെന്ന് പോകാനൊന്നും പറ്റില്ല. എന്നാലും പോകാൻ കുറച്ച് മടിയുണ്ട്. പറഞ്ഞ മുത്തശ്ശിമാരൊക്കെ ഇവിടെ ഉള്ളത് ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ പോകാൻ പറഞ്ഞാലും പോകാനൊന്നും പറ്റില്ല. ആദിവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കോടികൾ ചെലവഴിക്കുന്ന നാട്ടിലാണ് അധസ്ഥിത വിഭാഗം ദുരിത വഴിയിൽ കിടക്കുന്നത്. ആദിവാസി ചരിത്രത്തോളം പഴക്കമുണ്ട് അവർക്കെതിരെയുള്ള നീതി നിഷേധവും. കാലമേറെ കഴിഞ്ഞിട്ടും അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കൈവശ ഭൂമിയിൽ പോലും അവകാശം നിഷേധിക്കപ്പെടുന്ന കുറെ മനുഷ്യരെയാണ് ഞങ്ങൾ ഇവിടെയും കണ്ടത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്.